ISROയ്ക്ക് ഉപഗ്രഹ വിക്ഷേപണത്തിന് അനുമതി നൽകുന്നില്ല. PSLVയുടെ പരാജയ കാരണങ്ങൾ അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് വിക്ഷേപണം വൈകുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതേസമയം വിക്ഷേപണം വൈകുന്നത് സ്വകാര്യ സ്പേസ് ഏജൻസികളെ സഹായിക്കാനെന്നും ആരോപണമുയരുന്നു. NVS-03, EOS-05 എന്നീ ഉപഗ്രഹങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ വിക്ഷേപിക്കാനായിരുന്നു ISRO തീരുമാനം. എന്നാൽ കേന്ദ്രം അനുമതി നൽകിയില്ല. ഗതി നിർണയം, പ്രതിരോധ ആവശ്യത്തിനുമുള്ള ഉപഗ്രഹങ്ങളാണ് ഇത് രണ്ടും. PSLV റോക്കറ്റിന്റെ തുടർച്ചയായ പരാജയ കാരണം അന്വേഷിക്കുന്നതിനാലാണ് വിക്ഷേപണം വൈകുന്നതെന്ന് ISRO വിശദീകരിക്കുന്നു. PSLV വിക്ഷേപണ പരാജയത്തിന്റെ കാരണം സാങ്കേതിക പിഴവെന്നായിരുന്നു ISROയുടെ കണ്ടെത്തൽ. കേന്ദ്ര സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ VSCയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘവും അന്വേഷണം തുടരുകയാണ്. തദ്ദേശ ഗതി നിർണയ സംവിധാനമായ നാവിക്കിനുള്ളതാണ് NVS-03 എന്ന ഉപഗ്രഹം. നാവിക്കിലെ 7 ഉപഗ്രഹങ്ങളിൽ 3 മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അറ്റോമിക് ക്ലോക്കിന്റെ സാങ്കേതിക തകരാറ് മൂലമാണ് 4 പ്രവർത്തനരഹിതമായത്. ഈ പ്രശ്നം പരിഹരിച്ച് തയ്യാറാക്കിയതാണ് NVS-03 എന്ന ഉപഗ്രഹം. GSLV റോക്കറ്റാണ് ഈ ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. നിലവിൽ വിക്ഷേപണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഭൂനിരീക്ഷണം, ദുരന്ത നിവാരണം എന്നീ മുന്നറിയിപ്പുകൾ നൽകുന്ന EOS-05 വിക്ഷേപണത്തറയിൽ സജ്ജമാണ്. PSLVയുടെ പരാജയത്തിന്റെ പേരിൽ GSLV റോക്കറ്റുകൾക്ക് അനുമതി നൽകാത്തതിൽ ശാസ്ത്രജ്ഞർക്കും വിയോജിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.